say Kumbh Mela. I say I'm a Hindu. I say I'm a born Hindu. I'll die as a Hindu. But I love all religion. I love all religion. I respect all religion. I love whichever religion. When I was in jail, I learned about Sikhism. മല്ലികാർജുൻ ഖാർഗെ തള്ളി പറഞ്ഞുകൊണ്ട് DK ശിവകുമാർ രംഗത്തെത്തുകയാണ്. കുംഭമേളയാണ് പ്രധാന വിഷയം. അത് രസകരമായൊരു ഡെവലപ്മെൻറ്റാണ്. അതായത് ഖാർഗെ പറഞ്ഞിരുന്നു, ഈ കുംഭമേളയ്ക്ക് ആളുകൾ ഇങ്ങനെ കാശ് മുടക്കി പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലെ അധ്യക്ഷൻ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട് പണ്ട്. അങ്ങനെയുള്ള കുംഭമേളയെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഖാർഗെ തള്ളി പറഞ്ഞത് സ്വാഭാവികമാണ്. കാരണം ഇപ്പോഴും ജിഹാദി കോൺഗ്രസ് ആണല്ലോ, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ണുകയും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന കോൺഗ്രസ് കുംഭമേളയെ തള്ളി പറയുന്നത് സ്വാഭാവികം. പക്ഷേ കർണാടകയിൽ കോൺഗ്രസിനെ നിലനിർത്തുന്ന, കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും ഒരു ക്രൈസിസ് ഉണ്ടായാൽ ഓടിപ്പോയി രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്ന ആൾ, സാമ്പത്തിക മാനേജ്മെൻറ്റിൽ പണമുണ്ടാക്കാൻ ഏറ്റവും മിടുക്കനായ DK ശിവകുമാർ എന്ന് പറയുന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വാർത്താലേഖകർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഖാർഗെയുടെ തലമണ്ടയ്ക്കുള്ള അടിയായിരുന്നു. കാരണം ഖാർഗെ ഇതിനെ തള്ളി പറഞ്ഞല്ലോ. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ശിവകുമാർ പറഞ്ഞു, മല്ലികാർജുൻ ഖാർഗെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മല്ലികാർജുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവനാണ് മല്ലികാർജുനൻ. മല്ലികാർജുനൻ എന്ന പേരിൻ്റെ കൂടെയാണ് ഖാർഗെ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഖാർഗെ മല്ലികാർജുനൻ എന്ന പേര് മാറ്റുമോ എന്നാണ് ശിവകുമാർ ചോദിച്ചത്. അത് ശരിക്കും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എടുത്ത ഈ നിലപാടിന്, കുംഭമേളയെ അധിക്ഷേപിച്ചെടുത്ത നിലപാടിനുള്ള ഒന്നാന്തരം മറുപടിയാണ്. ശിവകുമാർ എന്ത് ചെയ്തു? ശിവകുമാർ ഭാര്യയും മക്കളുമായി കുംഭമേളയിൽ പോയി സ്നാനം കഴിച്ചു, ഒരു മോഡലിങ്ങും ഒക്കെ നടത്തുന്ന ശിവകുമാറിൻ്റെ മകൾ ആ ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു. അത് ഭയങ്കര വൈറലായിരുന്നു. നമ്മൾ ABC-യിൽ കഴിഞ്ഞ ആഴ്ച തന്നെ അതിൻ്റെ ഒരു വിശദമായൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കുംഭമേളയിൽ പോയിട്ട് തൻ്റെ ഒരു ആഭിമുഖ്യം, താൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ്, ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെയാണ്, കുംഭമേള എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും പോവാതിരുന്നപ്പോൾ ശിവകുമാർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതോടുകൂടി കിട്ടിയ ഉത്തരവെന്ന് പറയുന്നത് ഖാർഗെ എടുക്കുന്ന നിലപാടല്ല ശിവകുമാറിനുള്ളത്. ശിവകുമാറിനെ പോലെ പല ആളുകൾക്കും ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹിന്ദുക്കൾക്കെതിരെ എടുക്കുന്ന നിലപാടുകളിൽ അമർഷമുണ്ട്. പക്ഷേ അവർക്കാർക്കത് പരസ്യമായി കാണിക്കാനുള്ള ധൈര്യമില്ല. ശിവകുമാറിന് ആ ധൈര്യമൊക്കെ ഉണ്ട്. കാരണം ശിവകുമാർ വിചാരിച്ചാൽ കർണാടകയിൽ സർക്കാരില്ല. കാരണം ശിവകുമാറാണ് കർണാടകയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണെന്നൊക്കെ പറയാൻ രാഹുൽ ഗാന്ധി ഒന്നുമല്ല ജയിച്ചത്, ശിവകുമാറിൻ്റെ മിടുക്കുകൊണ്ട് മാത്രം ജയിച്ചതാണ്. ശിവകുമാർ അവിടെ ജയിക്കുന്നത് ലക്ഷ്മിപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. അങ്ങനെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ലക്ഷ്മിപുരയിൽ 90% ഹിന്ദുക്കളുള്ള മണ്ഡലമാണ്. അപ്പോൾ ഹിന്ദു വോട്ടും കൊണ്ട് മാത്രമാണ് താൻ ജയിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു MLA ആണ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ. ശിവകുമാറിനെ നേരിട്ട് കണ്ടറിയാം, കയ്യിലൊക്കെ ചരടൊക്കെ കെട്ടി. പുള്ളി ഒരു ഭക്തനാണ്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെയല്ല. മണ്ഡലം മാറി മത്സരിക്കാൻ കാസർഗോഡ് ചെല്ലുമ്പോൾ നെറ്റിയിലെ കുറി വായിക്കുന്ന ഉണ്ണിത്താനെ പോലെയൊന്നും. ശിവകുമാർ ഈ പറഞ്ഞ കൃത്യമായും ചന്ദനക്കുറിയൊക്കെ തൊട്ട് തന്നെ നടക്കുന്ന, ചരടുകൾ കെട്ടി രുദ്രാക്ഷമൊക്കെ ധരിച്ച് നടക്കുന്ന ഒന്നാം തരം കറകളഞ്ഞ ഹിന്ദുവാണ്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അതുകൂടെ പറഞ്ഞു, ഞാൻ ജനിച്ചതൊരു ഹിന്ദുവായിട്ടാണ്, മരിക്കുന്നതും ഹിന്ദുവായിട്ട് തന്നെയായിരിക്കും. ഇത് കോൺഗ്രസ്സിനകത്ത് ഇന്ന് കേൾക്കാത്തൊരു ശബ്ദമാണ്. കോൺഗ്രസ്സിനൊരു കാലത്ത് കോൺഗ്രസ്സിനൊരു ഹിന്ദു മുഖമുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? കോൺഗ്രസിൻ്റെ പഴയ ചിഹ്നം എന്താണെന്നറിയാമോ? പശുവും കിടാവുമായിരുന്നു. പശുവും കിടാവും എന്ന് പറയുന്ന ചിഹ്നം വൈകാരികമായി ഹിന്ദു വോട്ടുകൾ ഒരുപാട് കിട്ടാൻ കോൺഗ്രസിനെ ഒരു കാലത്ത് സഹായിച്ചിട്ടുണ്ട്. കാരണം വടക്കേ ഇന്ത്യയിൽ ഗോമാതായാണല്ലോ. പശു എന്ന് പറയുന്നത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവരുടെ ജീവസന്ധാരണത്തിന് അവരെ സഹായിക്കുന്നത്. പാല് കുടിച്ച് ജീവിക്കുന്നതല്ല. പശു അല്ലെങ്കിൽ പശുവിൻ്റെ ഗണത്തിൽപ്പെട്ട നാൽക്കാലികൾ, അവരെ ആശ്രയിച്ചിട്ടാണ് വടക്കേ ഇന്ത്യയിലെ കൃഷിക്കാരൻ ജീവിക്കുന്നത്. പാടത്ത് വിളവെടുക്കാൻ, പാലുൽപാദനം, കൃഷി, ഇതിനെല്ലാം ഈ നാൽക്കാലികളെ ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും നിലമുഴാൻ കാളയും പോത്തിനെയും ഉപയോഗിച്ചിരുന്നില്ലേ? ചക്കിലാട്ടാൻ, അല്ലേ? വെളിച്ചെണ്ണ ചക്കിലാട്ടിയെടുക്കാൻ പണ്ട് കാളകളെ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ കാർഷിക വൃത്തിയുമായി അവിഭാജ്യമായ ബന്ധം ഈ നാൽക്കാലികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പശുവിനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു മമത ഹിന്ദുക്കൾക്കുണ്ടാകുന്നു, ഹിന്ദു വോട്ടർമാർക്കുണ്ടായിരുന്നു. അങ്ങനെ പശുവും ചിഹ്നവും എന്നുള്ള ചിഹ്നത്തിൽ ഒരുപാട് കാലം ഹിന്ദു വികാരത്തെ സ്വാംശീകരിച്ച് കോൺഗ്രസ് ജയിച്ചത്. കോൺഗ്രസ്സുകാർ അമ്പലത്തിൽ പോകുമായിരുന്നു, പരിപാടി ഉത്സവങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു, ക്ഷേത്രങ്ങളിൽ പോയി അവിടുത്തെ ആരാധനകളിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു 5 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ ഒരാൾക്കും ക്ഷേത്രങ്ങളിൽ പോകാൻ
ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പോയി കഴിഞ്ഞാൽ വിശദീകരണം കൊടുക്കണം. CPM എങ്ങനെയാണ്? ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങളുടെ നാട്ടിലെ മണ്ടക്കാട്ട് അമ്പലമില്ലേ, തിരുവനന്തപുരത്ത് മണ്ടക്കാട്ട് അമ്പലത്തിൽ ഭജന ഇരിക്കാൻ എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്തായ ഒരു CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരു 15-20 വർഷം മുമ്പ് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. CPM അങ്ങനെയായിരുന്നു. ഇപ്പോൾ CPM അമ്പലം ഭരിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതുപോലെയായി ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഹിന്ദുവാണ്, ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ പോയി ചന്ദനക്കുറി തൊട്ടാൽ കോൺഗ്രസിൽ നിന്ന് സ്ഥാനമില്ലാത്ത കാലമാണ്. ആ കാലം ആണ് കോൺഗ്രസിനെ, ആ നിലപാടാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. നമുക്കറിയാമല്ലോ കോൺഗ്രസ് എങ്ങനെയാണ് ക്ഷയിച്ചു തുടങ്ങിയത്, BJP വളർന്നത് അങ്ങനെയാണ്. ഷാബാനു കേസിൽ ഉപേക്ഷിക്കപ്പെടുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഉപേക്ഷിക്കപ്പെടുന്ന ഭർത്താവ് ചെലവിന് കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ആ വിധിയെ മറികടക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കി, സുപ്രീം കോടതിയെ വിധി മറികടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചാൽ കരക്കാർ ചെലവിന് കൊടുക്കണമെന്ന ആ നിയമം ഉണ്ടാക്കിയത്. ആ നിയമത്തിൽ പ്രതിഷേധിച്ചാണ് അന്ന് രാജീവ് ഗാന്ധി സർക്കാരിൽ മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ചത്. ഇതൊക്കെ ചരിത്രമാണ്. അങ്ങനെ രാജിവെച്ച് വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ആലപ്പുഴ കടപ്പുറത്ത് വമ്പിച്ച സ്വീകരണം കൊടുത്തത് CPM ആണ്. ആ CPM ആരിഫ് മുഹമ്മദ് ഖാനും ഇവിടെ അടിയായി എന്ന് മാത്രമല്ല, ശരീഅത്ത് നിയമം തെറ്റാണെന്ന് പറഞ്ഞ് അന്ന് മഹാസമ്മേളനം നടത്തിയ CPM ശരീഅത്ത് നിയമം വേണമെന്ന് വാദിക്കുന്ന പാർട്ടിയായിട്ട് മാറി. ഇതാണ് വിരോധാഭാസം. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും മുസ്ലിം പ്രീണനം ഇങ്ങനെ മത്സരിച്ചു പറയുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉള്ളപ്പോഴാണ് ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. ശിവകുമാർ കളിയാക്കിയതല്ലേ ഖാർഗെ, അല്ലേ? കാരണം കുംഭമേളയെ കളിയാക്കിയ ആളെക്കുറിച്ച്, കോൺഗ്രസ് അധ്യക്ഷനെക്കുറിച്ച് ശിവകുമാർ ചോദിക്കുക, അയാളുടെ പേരിൽ തന്നെയുണ്ട്, അയാൾ പേര് മാറ്റുമെന്ന് ചോദിച്ചാൽ അതിൽ പരം ഒരു പുച്ഛം, അവഗണന, അപമാനം ഖാർഗെയോട് ചെയ്യാനില്ല. ഖാർഗെയ്ക്ക് അത് മനസ്സിലാക്കി ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ഈ പണി കളഞ്ഞിട്ട് പോകണം, അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, പുള്ളി എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ്, മരിക്കുന്നതും അങ്ങനെ തന്നെ പറയും. ഇത് കേരളത്തിൽ എത്ര കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചു, ഹിന്ദുവായിട്ട് ജീവിക്കും, ഹിന്ദുവായിട്ട് മരിക്കുമെന്ന് ചെന്നിത്തലയ്ക്ക് പറയാം ധൈര്യമുണ്ടോ? സതീശൻ്റെ ധൈര്യമുണ്ടോ? സുധാകരന് പറയുമോ? ആർക്ക് ധൈര്യമുണ്ട്? ഒരാൾക്കും ഇല്ല. ഇന്ത്യയിലെ ഒരു കോൺഗ്രസ്സുകാരന് ധൈര്യമില്ല. മറ്റേ ഉണ്ണിത്താനുണ്ടല്ലോ, മറ്റേ ഉണ്ണിച്ച കുറി ഇപ്പോൾ പുറകെ തുറന്നു എന്ന് പറഞ്ഞ ആൾ, അയാൾ പറയുമോ? ഇല്ല. വിട്ടി ബലറാം പറയുമോ? ഇല്ല. അപ്പോഴാണ് DK ശിവകുമാർ വന്നിട്ട് പറയുന്നത്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കും, ഹിന്ദുവായിട്ട് തന്നെ മരിക്കും എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു പുതിയ തിരിച്ചറിവാണ്. കാരണം കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CPM അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലേ? CPM വലിയ കാര്യമായി തിരിച്ചറിയുന്നു, പരസ്യമായി പറഞ്ഞു ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് പറയാൻ വരെ CPM തയ്യാറാവുന്നു. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും മുസ്ലിങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് എന്ന നിലപാടെടുക്കുകയാണ്. അങ്ങനെ പോയാൽ ഈ പാർട്ടി അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതാവാണ് DK ശിവകുമാർ. ഇപ്പോൾ DK ശിവകുമാർ ഞാൻ ഹിന്ദുവാണെന്ന് പറയുകയും മല്ലികാർജ്ജുൻ ഖാർഗെയെ പരിഹസിക്കുകയും ചെയ്തത് ഒരു തൻ്റെ ഇടമാണ്. ഒരു ഹിന്ദുവിനുണ്ടാവേണ്ടുന്ന ആർജവം DK ശിവകുമാറിനുണ്ടായിരിക്കുന്നു. ഒരു ഹിന്ദുവിനുണ്ടായിരിക്കേണ്ടുന്ന തൻ്റെ ഇടം DK ശിവകുമാറിനുണ്ടായിരിക്കുന്നു. ഒരു ഹിന്ദുവിനുണ്ടാവേണ്ട തിരിച്ചറിവ് DK ശിവകുമാറിന് ഉണ്ടായിരിക്കുന്നു. ഒരു ഹിന്ദുവിനുണ്ടാവുന്ന ബോധ്യമാണ് ഇനി വരേണ്ടത്. കാരണം ഒരു ഹിന്ദുവിന് രക്ഷയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന ബോധ്യത്തിലേക്ക് ശിവകുമാർ നടന്നെടുക്കുകയാണ്. ആ ബോധ്യം പുള്ളിയുടെ മനസ്സിൽ ഉറയ്ക്കുമ്പോൾ ശിവകുമാർ ഈ പാർട്ടി വിട്ട് യഥാർത്ഥ ഹിന്ദു പാർട്ടിയിലേക്ക് പോകും. ഇന്നല്ലെങ്കിൽ നാളെ ശിവകുമാർ കർണാടകയിലെ BJPയുടെ കൂടെ ഉണ്ടാവുന്നത് ഒരു തർക്കവുമില്ല. കാരണം ഒരു സനാതനിയാണ് ശിവകുമാർ, ഹിന്ദുവാണ്, ഹിന്ദു ആയതിൽ അഭിമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ്. ശിവകുമാർ BJPയുടെ മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ വന്നാൽ, കർണാടകയിൽ വന്നാൽ പോലും അത്ഭുതത്തിന് വകയില്ല.